I would like to thank you on behalf of my colleagues. I would like to thank you means ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. On behalf of my colleagues. ഇതിന്റെ മീനിങ് എന്താ? കൊളീഗ്സിന്റെ മീനിങ് എന്താ? സഹപ്രവർത്തകർ അല്ലേ? അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർക്ക് പകരമായി അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഓൺ ബിഹാഫ് ഓഫിന്റെ മീനിങ് എന്താണ്? വേണ്ടി അല്ലേ, അല്ലെങ്കിൽ പകരമായി എന്നൊക്കെ മലയാളത്തിൽ പറയും. The teacher accepted the award on behalf of the whole class. The teacher accepted the award. ടീച്ചർ അവാർഡ് സ്വീകരിച്ചു. On behalf of the whole class. മൊത്തം ക്ലാസ്സിന് പകരമായി അല്ലെങ്കിൽ മൊത്തം ക്ലാസ്സിന് വേണ്ടിയിട്ട് ടീച്ചർ അവാർഡ് സ്വീകരിച്ചു. I apologized to him on behalf of the city council. സിറ്റി കൗൺസിലിന് വേണ്ടി അല്ലെങ്കിൽ സിറ്റി കൗൺസിലിന് പകരമായി ഞാൻ അവനോട് മാപ്പ് അപേക്ഷിച്ചു. I apologized to him on behalf of the city council. On behalf of the city council. സിറ്റി കൗൺസിലിന് വേണ്ടി. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഓൺ ബിഹാഫ് ഓഫ്, ഇൻ ബിഹാഫ് ഓഫ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് പകരമായി അല്ലെങ്കിൽ വേണ്ടിയിട്ട് എന്നുള്ള മീനിങ് ആണ്. പക്ഷെ ഇൻ ബിഹാഫ് ഓഫിന് ഓൺ ബിഹാഫ് ഓഫിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. We raised money in behalf of the earthquake victims. അതായത് ഭൂമികുലുക്കത്തിന്റെ ഇരകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇരകൾ, അവർക്ക് വേണ്ടിയിട്ട് അല്ലെ അവർക്ക് പകരമായി നമ്മൾ പണം സ്വരൂപിച്ചിട്ടുണ്ട്. The father accepted the award on behalf of his son. അയാളുടെ മകന് വേണ്ടിയിട്ട് അച്ഛൻ അവാർഡ് സ്വീകരിച്ചു. ഇവിടെ ഓൺ ബിഹാഫ് വെച്ചിട്ടുള്ള സെന്റൻസ് ആയിരുന്നു രണ്ടാമത്തേത്. അതിൽ മകനു വേണ്ടി അച്ഛൻ അവാർഡ് സ്വീകരിച്ചു എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒന്നാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇൻ ബിഹാഫ് ഓഫ് ആണ്. ഇവിടെ ഒരു എക്സ്ട്രാ മീനിങ് കൂടി അവിടെ വരുന്നുണ്ട്. അതായത് ഇവിടെ എർത്ത് വിക്ടിംസിന്റെ ഗുണത്തിന് വേണ്ടിയാണ് ഇവിടെ പണം സ്വരൂപിച്ചിട്ടുള്ളത് അല്ലെ. അതായത് മറ്റൊരാളുടെ ഗുണത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഇൻ ബിഹാഫ് ഓഫ് ആണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരാൾക്ക് പകരമായി അല്ലെങ്കിൽ മറ്റൊരാളുടെ വേണ്ടി ഒരു ഗുണമുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഇൻ ബിഹാഫ് ഓഫ് ആണ് യൂസ് ചെയ്യുന്നത്. ഷീ സ്പോക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ അതർ സ്റ്റുഡൻസ്. അതായത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവൾ സംസാരിച്ചു. ആ ഒരു മീനിങ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. കാരണം ഓൺ ബിഹാഫ് ഓഫ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. ഷീ സ്പോക്ക് ഇൻ ബിഹാഫ് ഓഫ് ദ അതർ സ്റ്റുഡൻസ് എന്നാണ്. മറ്റുള്ള വിദ്യാർത്ഥികളുടെ ഗുണത്തിന് വേണ്ടി അവർക്ക് പകരമായി അവൾ സംസാരിച്ചു എന്നുള്ള മീനിങ് ആയിരിക്കും അവിടെ വരുന്നത്. ആദ്യത്തെ സെന്റൻസിൽ ജസ്റ്റ് മറ്റൊരാൾക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ ഓൺ ബിഹാഫ് ഓഫ് വെച്ചിട്ട്. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിൽ മറ്റൊരാളുടെ ഗുണത്തിന് വേണ്ടി അവർക്ക് പകരമായി സംസാരിച്ചു എന്നുള്ള മീനിങ് ആണ് ഇൻ ബിഹാഫ് ഓഫ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺ ബിഹാഫ് ഓഫ് അല്ലെങ്കിൽ ഇൻ ബിഹാഫ് ഓഫിന് ശേഷം ആർക്ക് പകരമായാണോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അതാണ് ഓൺ ബിഹാഫ് ഓഫിന് ശേഷം കൊടുക്കേണ്ടത്. ഓൺ ബിഹാഫ് ഓഫ് മൈ കൊളീഗ്സ്, എൻ്റെ കൊളീഗ്സിന് വേണ്ടി. ഓൺ ബിഹാഫ് ഓഫ് മൈ ബ്രദർ, എൻ്റെ സഹോദരന് വേണ്ടി. ഓൺ ബിഹാഫ് ഓഫ് മീ, എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് പകരമായി. ബിഹാഫ് ഓഫ് മീ വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് നോക്കാം. താങ്ക്സ് ഫോർ എക്സ്പ്ലെയിനിങ് ഓൺ ബിഹാഫ് ഓഫ് മീ. എനിക്ക്
പകരമായി അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നതിൽ നന്ദിയുണ്ട്. രണ്ടാമത്തെ സെന്റൻസ്, താങ്ക്സ് ഫോർ എക്സ്പ്ലെയിനിങ് ഓൺ മൈ ബിഹാഫ്. ഈ രണ്ട് സെന്റൻസിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഒന്നുകിൽ ബിഹാഫ് ഓഫ് മീ വെച്ചിട്ട് സെന്റൻസ് ചെയ്യാം, അല്ലെങ്കിൽ മൈ ബിഹാഫ് എന്ന് മാത്രം ഉപയോഗിച്ച് സെന്റൻസ് ചെയ്യാം. ഓൺ ബിഹാഫ് ഓഫ് മീ, ഓൺ മൈ ബിഹാഫ്, ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓൺ മൈ ബിഹാഫ് ആണ്. അതാണ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺ മൈ ബിഹാഫ് വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് കൂടി നമുക്ക് നോക്കാം. പ്ലീസ് അപ്പോളജൈസ് ഓൺ മൈ ബിഹാഫ്. എനിക്ക് പകരമായി ഒന്ന് മാപ്പ് അപേക്ഷിക്കുമോ? പ്ലീസ് അപ്പോളജൈസ് ഓൺ മൈ ബിഹാഫ്. ഓൺ മൈ ബിഹാഫ്, എനിക്ക് പകരമായി. അപ്പോൾ ഓൺ യുവർ ബിഹാഫ് എന്തായിരിക്കും? നിങ്ങൾക്ക് പകരമായി. ഓൺ യുവർ ബിഹാഫ് വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് നോക്കിയേ. വാട്ട് ഇഫ് someone else has voted on your behalf? നിങ്ങൾക്ക് പകരമായി മറ്റാരെങ്കിലും വോട്ട് ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? വാട്ട് ഈഫിൻ്റെ മീനിങ് എന്തായിരുന്നു? എന്തായിരിക്കും പരിണിത ഫലം? എന്തായിരിക്കും കോൺസിക്വൻസ്? ഇതായിരുന്നില്ലേ? ഇത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, വാട്ട് ഈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.